ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. LP-UPയുടെ സൈക്കോളജി മോക്ക് ടെസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു 10 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ബുദ്ധിയുടെ G ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കപ്പെടുന്നു, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. ശ്രദ്ധിക്കുക, ബുദ്ധിയുടെ G ഘടകത്തിൻ്റെ സവിശേഷതകൾ പെടാത്തത് ഏതാണ് എന്നാണ്. അപ്പോൾ G ഫാക്ടറും S ഫാക്ടറൊക്കെ നമ്മൾ അതിൻ്റെ സവിശേഷതയൊക്കെ പഠിക്കും. അതിലേതാണ് ഇപ്പോൾ G ഘടകത്തിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ് അല്ലേ. പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കപ്പെടുന്നു എന്ന് പറയുന്നത് S ഫാക്ടർ, S ഘടകത്തിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എയും ബിയും ഡിയും ശരിയാണ്, പെടാത്തത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പഠനം ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കൊടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. വ്യക്തി വിജയത്തിൽ എത്തുന്നത് സാവധാനമാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ കിട്ടിയോ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ട്രയൽ ആൻഡ് എറർ ലേണിംഗിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തൊക്കെയാണ്? പഠനം എന്ന് പറയുന്നത് ആകസ്മികമായി ബൈ ചാൻസ് സംഭവിക്കുന്നതാണ്. അതും ശരി തന്നെയാണ് അല്ലേ. ട്രയൽ ആൻഡ് എറർ, ഒത്തിരി ട്രൈ ചെയ്യുമ്പോഴാണ് വരുന്നത്. സോ ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും കുറേ പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചിട്ടുള്ള ശ്രമങ്ങൾക്കൊടുവിലാണ് ഒരു ശരിയായിട്ടുള്ള ഒരു പ്രതികരണം, റെസ്പോൺസ് തിരഞ്ഞെടുക്കുന്നത്. ദെൻ വ്യക്തി വിജയത്തിൽ എത്തുന്നത് സാവധാനമാണ്. ഈ ഒരു പ്രോസസ്സ് ഇല്ല, വ്യക്തി വിജയത്തിൽ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ കൂടുതൽ അനുയോജ്യമായ പ്രവർത്തനം ഏത്? തന്നിട്ടുള്ള ചിത്രത്തെ ആസ്പദമാക്കി ഒരു കഥ തയ്യാറാക്കുക. കേരളത്തിലെ നദികളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. 2 സംഖ്യകളുടെ LCM, HCF എന്നിവ കണ്ടെത്തുക. സസ്യങ്ങളിലെ പ്രത്യുൽപാദനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ ക്രിയേറ്റിവിറ്റിയെ പരിപോഷിക്കാൻ കൂടുതൽ അനുയോജ്യമായ പ്രവർത്തനം, കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? ഏതാണ്? ഓപ്ഷൻ എ ആണ്. തന്നിട്ടുള്ള ചിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള കഥ തയ്യാറാക്കുക. ബാക്കി എല്ലാത്തും നമുക്ക് പ്രത്യേക ഒരു ടോപ്പിക്, അതൊരു കാര്യം പറയുന്നുണ്ട് അല്ലേ. കേരള നദികളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ശരിക്കും അത് കുറച്ച് ഡയറക്റ്റായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടിയുടെ കഴിവ് കുറച്ചും കൂടി വരുന്നത് ഏതിലാണ്? തന്നിട്ട് ചിത്രത്തെ ഒരു പിക്ചർ കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കഥ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ രീതിയിൽ ആ കുട്ടിയുടെ ഭാവന അനുസരിച്ച് തയ്യാറാക്കും. സോ അതാണ് ഓപ്ഷൻ എ ആണ് അതിൽ ആപ്റ്റായിട്ട് വരുന്നത് കേട്ടോ. നാളത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ. ഓപ്ഷൻ എ കൺസർവേഷൻ, അഹം കേന്ദ്രീകൃതം, വസ്തുസ്ഥിരത, ഇറിവേഴ്സിബിലിറ്റി. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ പറയുന്ന പേരാണ് നമ്മൾ എന്താ പറയുക? ഈഗോ സെൻട്രിസം അല്ലെങ്കിൽ ഈഗോ സെൻട്രേഷൻ ഒക്കെ പറയും അല്ലേ. അഹം കേന്ദ്രീകൃതം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി അഹം കേന്ദ്രീകൃതമാണ് കറക്റ്റ് ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്കീമ എന്നറിയപ്പെടുന്ന നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകളെയും വൈജ്ഞാനിക അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടും നിലവിലുള്ള ഘടകത്തിൻ്റെ പരിവർത്തനം കൊണ്ടുമാണ് അറിവ് രൂപീകരിക്കപ്പെടുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ജെറോം എസ് ബ്രൂണർ, പിയാഷെ, വൈഗോട്സ്കി, തോണ്ടേക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ മാത്രമേ വലുതുള്ളൂ. ആൻസർ വെരി സിമ്പിളാണ്. നമുക്കൊരു വാക്ക് മതി. സ്കീമ എന്ന് പറയുന്നത് ആരുടെ കൺസെപ്റ്റാണ്? ആ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ആരെയാണ്? ജീൻ പിയാഷെയുടെയാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്. ഇനി ഒരു വിജയിയായ അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക, സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുക, കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക, കുട്ടികൾക്ക് മൂല്യനിർണ്ണയം നടത്തുക. ഒരു വിജയിയായ അധ്യാപകൻ എല്ലായ്പ്പോഴും എങ്ങനെ ആയിരിക്കണം? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക. അവരുടെ ആ ഒരു ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ. അപ്പോൾ ആദ്യം നോക്കൂ, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. ഒരു വിജയമായ ഒരു അധ്യാപന രീതി നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് സാങ്കേതിക വിദ്യ കൂടുതൽ ആശ്രയിക്കുക. അപ്പം നമ്മുടെ ആ ടെക്നോളജികൾ മാത്രം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതും കറക്റ്റ് അല്ല. ഇത് കുട്ടികളെ ജസ്റ്റ് മൂല്യനില നടത്തുക എന്ന് പറയുന്നതും കറക്റ്റ് ആവില്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കണം? കുട്ടികളുടെ ലെവൽ അനുസരിച്ച് അല്ലേ പഠിപ്പിക്കണം. സോ കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് റൈറ്റ് ആൻസർ.
ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ ഓർ അവളെ വിശദമായി പഠിക്കുന്ന രീതി ഉപയോഗിക്കുന്നതിനെ പറയുന്നത് നിരീക്ഷണം, കേസ് പഠനം, പരീക്ഷണം, അഭിമുഖം. ഇപ്പോൾ കുട്ടിയുടെ സ്വഭാവം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിശദമായിട്ട് പഠിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന ആ ഒരു പറയുന്ന പേര് എന്താ പറയുക, നമ്മൾ കേസ് സ്റ്റഡിയാണല്ലോ. ഒരു കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുന്ന സ്റ്റഡിയാണ്. സോ ദാറ്റ് ഈസ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് പഠനമാണ്. ഇനി പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ് സാമൂഹിക സിദ്ധാന്തം, വൈജ്ഞാനിക നിർമ്മിതിവാദം, വൈജ്ഞാനിക സിദ്ധാന്തം, വ്യവഹാരവാദ സിദ്ധാന്തം. പ്രബലനം മീൻസ് റീഇൻഫോഴ്സ്മെൻറ്റിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തം ഏതാണ്? അപ്പോൾ നമുക്കറിയാം റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്കിന്നറുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുക. സ്കിന്നർ എന്ന് പറയുമ്പോൾ വ്യവഹാരവാദമാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വ്യവഹാരവാദ സിദ്ധാന്തം. കിട്ടിയല്ലോ അല്ലേ. ഇനി കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആര്? ജീൻ പിയാഷെ, വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ, തൊണ്ടേക്ക്. നമുക്കറിയാം ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ജെറോം എസ് ബ്രൂണറുടെ കൺസെപ്റ്റാണ്. അടുത്തത് നോക്കൂ. ഒരു ശിശു കേന്ദ്രിത ക്ലാസ്സിൽ പൊതുവെ കുട്ടികൾ പഠനം നടത്തുന്നത് ഡാഷ് ആണ്. മുഖ്യമായും ടീച്ചറെ ആശ്രയിച്ച്, സംഘത്തിൽ, വ്യക്തിഗതമായും സംഘത്തിലും. ഒരു ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം പൊതുവേ കുട്ടികളുടെ ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അപ്പം തന്ന ഓപ്ഷൻസ് നോക്കൂ. തന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. മുഖ്യമായും ടീച്ചറെ ആശ്രയിച്ച്. അപ്പോൾ എപ്പോഴും നമുക്ക് ചൈൽഡ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ ടീച്ചറെ ആശ്രയിച്ചല്ല, ചൈൽഡാണ് അവിടെ മെയിൻ ഫോക്കസ്. സോ അത് തെറ്റാണ്. ദെൻ സംഘത്തിലും ഗ്രൂപ്പായിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കും. ദെൻ വ്യക്തിഗതമായിട്ടുള്ള ലേണിംഗ് നടക്കും. നമ്മുടെ ഓപ്ഷന് രണ്ടും തന്നിട്ടുണ്ട്. സോ നമ്മുടെ പേജ് ആൻസർ വന്നതും വ്യക്തിഗതമായും സംഘത്തിലും എന്നത് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.